ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ നൗമി ആൻഡ് നിർവേദ് വ്ലോഗ്സ്. ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അവിടെ നിൽക്കുന്ന രണ്ട് കുട്ടികൾ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ അവർക്ക് ഇംഗ്ലീഷും ഞങ്ങളും ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അവരെനിക്ക് തെലുങ്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അവർക്ക് മലയാളം പഠിപ്പിക്കുന്നുണ്ട്. അവസാനം അവർ മലയാളം പഠിക്കുന്നുണ്ടാവും, ഞാൻ തെലുങ്ക് പഠിക്കൂല. പെട്ടെന്ന് അപ്പോട്ട് വിളിച്ച് പറഞ്ഞു റെഡിയായി നിന്നോ, നമുക്കൊന്ന് റെനഗുണ്ട പോയി വരാമെന്ന്. അവിടെ അടുത്തല്ല കുറച്ച് പോകണം. അപ്പോൾ സ്കൂട്ടി ഉണ്ടപ്പോൾ ഉണ്ടെങ്കിൽ വേദുവിന് ചെരുപ്പൊന്നുമില്ല. അപ്പം എന്നാൽ അങ്ങനെ പോയി വാങ്ങാമെന്ന് പറഞ്ഞപ്പോട്ടും ജോലി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിന്നു, മേലൊന്നും കഴിക്കില്ല, വേണ്ട ഡ്രസ്സ് മാറിയിട്ട് അവിടെ നിന്നു. അവിടുത്തെ ക്ലൈമറ്റ് നോക്കൂ, വൈകുന്നേരമായ നല്ല രസമായിട്ട് അവിടെ പോയി നിൽക്കാൻ, നല്ല തണലാണ് അവിടെ. അപ്പോൾ അതാണ് ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോണത്. ഇവിടെയൊക്കെ ഓരോ വണ്ടികൾ കാണണം. അതുപോലെ തന്നെ ഈ വൈകുന്നേരമായ ഭയങ്കര തിരക്കാണ്. നമ്മുടെ റോട്ടിലെ പോലുള്ള നിയമങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ. പെട്ടെന്ന് ഇങ്ങോട്ട് വണ്ടി കയറി പോവുക, വണ്ടി പോണേൻ്റെ ഇടയ്ക്ക് ആൾ കയറി പോവുക, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് കേട്ടോ അവിടെ. ഒരു ഇതുമില്ല, ഒരു ശ്രദ്ധയും ഇല്ല. അങ്ങനെയാണ് അവിടെ ഉള്ളവർ. അപ്പോൾ ഒരു മാർക്കറ്റാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ വേദുവിന് JCB കണ്ടപ്പോൾ JCB എന്ന് പറയുന്നു കേട്ടോ വണ്ടിയിൽ ഇരുന്നിട്ട്. ഒരു മാർക്കറ്റിൻ്റെ അവിടേക്കാണ് പോണത്. ഇതൊക്കെ അവിടുത്തെ അമ്പലമാണ് കേട്ടോ. അവിടുത്തെ അമ്പലങ്ങളൊക്കെ ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾ പോണത് റെനഗുണ്ട മാർക്കറ്റാണ്. അപ്പോൾ ഞായറാഴ്ച സമയങ്ങളിൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അത്ര റഷാണ് കേട്ടോ. ഞങ്ങൾ പോയ സമയത്തും ഭയങ്കര തിരക്ക്. ഒരുപാട് കടകളുണ്ട്, പാത്രക്കടകൾ, തുണിക്കടകൾ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് പോകാനുള്ള കാരണം വെച്ചാൽ വേദുവിൻ്റെ ചെരുപ്പ് മിസ്സിങ് ആണ്, അതാണ് സംഭവം. അപ്പോൾ ചെരുപ്പ് വാങ്ങണം, പിന്നെ അതാ പാത്രം വാങ്ങണം എന്നൊക്കെ അത് സെറ്റിലാണ് പോകുന്നത്. ഞങ്ങളിവിടെ ഇപ്പോൾ സെറ്റായി വന്നിട്ടേ ഉള്ളൂ. ഞാനൊരു ഹോം ടൂർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ചെരുപ്പ് കടയിൽ പോയിട്ട് കുറേ തിരഞ്ഞ് അവനൊരു ചെരുപ്പ് കിട്ടി. പിന്നെ ഒരു 2 പാത്രം വാങ്ങി. പിന്നെ അധികമൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല. ഞങ്ങൾ നെക്സ്റ്റ് മന്ത് മെയ് 20 നാട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ പിന്നെ സ്കൂൾ തുറക്കണതിൻ്റെ കുറച്ച് ദിവസം മുന്നേ വരണം. അല്ലെങ്കിൽ ഇവിടുന്ന് ക്ലൈമറ്റ് മാറിയിട്ട് നാട്ടിലെത്തുമ്പോൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഇവിടെയൊക്കെ ഒന്ന് സെറ്റായി വരണേ ഉള്ളൂ. അപ്പോൾ ഈ ചേട്ടൻ്റെ കടയൊക്കെയാണ് കേട്ടോ പോയത്. അപ്പോൾ വേദുവിനെ ഭയങ്കര ഇഷ്ടമായിട്ട് ആ ചേട്ടനെ ഇങ്ങനെ കവിളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് കുറേ ചെരുപ്പ് നോക്കിയിട്ട് ലാസ്റ്റ് ഈ ചെരുപ്പാണ് അവന് ഇഷ്ടമായ, ഞങ്ങൾക്കും ഇഷ്ടമായ. ഇതിനെത്രയാണ് 100 സംതിങ് അങ്ങനെ എന്തോ കേട്ടോ. പിന്നെ ബാത്റൂമിലിട്ട് ഒരു ചെരുപ്പ് വാങ്ങി. ഞങ്ങളിപ്പോൾ നല്ല ഡീസൻ്റ് ആട്ടോ, അകത്തൊക്കെ ചെരുപ്പ് ഇട്ടിട്ടേ നടക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതാ ഈ ഒരു കടയിൽ ചെന്നിട്ട്, ഈ ഒരു കടയിൽ എന്തൊക്കെ സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിലിട്ടുന്ന സാധനങ്ങൾ തന്നെ ഉള്ളൂ സംഭവം. വിലയൊന്നും നമ്മൾ നോക്കിയില്ല, കാരണം ആ സൈഡിലേക്കൊന്നും നോക്കിയില്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോട്ടെ. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ എണ്ണത്തിന് വില കൂടുതലാണ്, വില കുറവാണ്. പിന്നെ നമ്മുടെ ഈ മാല, വള, കമ്മൽ, ക്ലിപ്പ് അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങണ്ടേ, അത് വെച്ചിട്ട് നിർത്തിക്കുക കേട്ടോ. നല്ല നല്ല സാധനങ്ങളാണ് കാണാൻ, നല്ല ഭംഗിയിലേക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിലും ഇപ്പം ഉണ്ടായിരിക്കും ഇത്. നമ്മൾ പക്ഷേ ഇങ്ങനത്തെ അവിടെ നമ്മൾ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കിത് കാണുമ്പോൾ നല്ല രസമല്ലേ, നല്ല ഭംഗിയിൽ. പിന്നെ മെയിൻ ഇവിടെ ആന്ധ്രക്കാരല്ലേ, അപ്പോൾ അവരുടേതായ പ്രത്യേക ശൈലിയിലുള്ള കൊട്ടകളൊക്കെ കേട്ടോ ഈ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേസ്റ്റ് ഇട്ട് വയ്ക്കൊരു കൊട്ട വേണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വിചാരിച്ചതൊന്നും വാങ്ങിയില്ല. ഒരു ചെമ്പും പിന്നെ അതുപോലെ തന്നെ വേറെ എന്തോ ഒരു ചായ ഒഴിക്കാനുള്ള പാത്രമാണ് കേട്ടോ വാങ്ങിയത്. അല്ലാണ്ട് ഒന്നും വാങ്ങിയില്ല. പിന്നെ ഒരു ചവിട്ടി വാങ്ങി, ബാത്റൂമിൻ്റെ അവിടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചവിട്ടി വാങ്ങി. ആ ചവിട്ടിക്ക് എത്രയാണ്, 40 എത്തിയായിരുന്നു കേട്ടോ. 40 രൂപയായിരുന്നു ആ ചവിട്ടിക്ക്. 40 രൂപയ്ക്ക് കുഴപ്പമൊന്നുമില്ല ചവിട്ടി. നമ്മുടെ ഇവിടെ 40 രൂപയ്ക്ക് കിട്ടുമോ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതാ നല്ല ഭംഗി തോന്നിയിട്ട് എനിക്ക് ആ കടയിൽ കയറിപ്പോൾ. അപ്പോൾ പൊട്ടൻ പറഞ്ഞു നമുക്ക് ഒരു ദിവസം വരാം, ഈ വിഷുവിൻ്റെ തലേ ദിവസം നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. ഇവിടെയാണല്ലോ ഞങ്ങളുടെ വിഷു. ആഘോഷിക്കണമൊന്നുമില്ല, കാരണം അറിയാമല്ലോ യാത്രക്കാർക്ക് വിഷു ഒന്നുമില്ലല്ലോ. നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മുടെ ഈ റൂമിൽ ജസ്റ്റ് ഒന്ന് കാണുക അത്ര തന്നെയുള്ളൂ. ഒരു ചോറും കൂട്ടാനും പായസം വയ്ക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് എന്താ, ഇളനീരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സാധനം ഉണ്ട്, എന്താ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു സാധനം, ഒരു ഉണ്ടപ്പഴമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടും അത്. എനിക്ക് അതിൻ്റെ പേര് അങ്ങോട്ട് കിട്ടണില്ല. ഇനി എപ്പോഴെങ്കിലും ഞാൻ കിട്ടുമ്പോൾ പറയാം കേട്ടോ അതിൻ്റെ പേര്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് വെറുതെ ഇങ്ങനെയൊക്കെ പോയി. പിന്നെ കുറേ പഴം അവിടെ നിൽക്കുന്ന കാണാം. പിന്നെ മുല്ലപ്പൂ, എനിക്ക് അവിടുത്തെ മുല്ലപ്പൂ എന്തായാലും വാങ്ങണം എന്നുണ്ടെങ്കിൽ കുറേ പേരിങ്ങനെ റോട്ടിലിങ്ങനെ തൂക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. മുല്ലപ്പൂ എനിക്ക് തോന്നുന്നു വില കുറവായിരിക്കാമെന്ന്. നോക്കാം, നമുക്ക് കേരളത്തെക്കാട്ടിലും വില കുറവായിരിക്കാം മുല്ലപ്പൂവിന് അവിടെ. എന്തായാലും വിഷുവിൻ്റെ തലേദിവസം ഒന്ന് വാങ്ങണമെന്നുണ്ട് ഞങ്ങൾക്ക് മുല്ലപ്പൂ, വിഷുവിൻ്റെ അന്ന് ഇടാൻ. വേദുവിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഒരു കുഴപ്പമില്ലാതെ ഒരു മാസം അങ്ങോട്ട് പോയി കിട്ടണമെന്നാണ് ഞങ്ങൾക്ക്, അസുഖങ്ങളൊന്നും ഇല്ലാതെ. പിന്നെ ഈ പാത്രക്കടയിൽ ചെന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇത് വാങ്ങിയത്, എന്തോ ഒരു ചെമ്പോ അങ്ങനത്തെ എന്തോ സാധനം. പക്ഷെ എന്തെങ്കിലും നല്ല വില പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ തന്നപ്പോൾ അവർ വില കുറച്ച് തന്നു. അപ്പോൾ ശരിക്കും ഇതിന് വില കുറവാണ്. മലയാളികളെ കാണുമ്പോഴാണ് തോന്നുന്നുണ്ട് അവർ വില കൂട്ടണത്.
അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു, അവിടെ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു കടയിൽ ചെന്നു. അപ്പോട്ടൻ അതാ ഈ കടയിലാണ് നല്ല ചിക്കൻ ലോലിപോപ്പും അതുപോലത്തെ ചിക്കൻ ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലെത്തി ഗൈസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക.